ചുമ്മാ ധൃതി വെച്ചൊന്നും ഓടിക്കയറാനൊന്നും നോക്കത്തില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. ശലോമോൻ ദേവാലയത്തിൻ്റെ പണി കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ, യഹോവയുടെ കണ്ണും ഹൃദയവും ഇരിക്കുന്ന ഇടമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കണ്ണും എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്ന ഹൃദയവും ഇരിക്കുന്ന ഇടമാണ് ദേവാലയം. അപ്പോൾ ഇതിൻ്റെ അതിവിശുദ്ധ സ്ഥലമാണെങ്കിലോ? സത്യം പറഞ്ഞാൽ നിങ്ങളെയും കുറ്റം പറയുന്നില്ല, എന്നെയും കുറ്റം പറയുന്നില്ല. ഇന്ന് തന്നെ നമ്മൾ ഈ ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് പിന്നെയും സമ്മതിക്കാം. പക്ഷേ ഇവിടെ ഈ സ്ഥലമുണ്ടല്ലോ, ഈ അഴിക്കകം, ഇന്ന് മിക്കവാറും എല്ലാ മീറ്റിങ്ങുകളും അവിടെ തന്നെ നടക്കുന്നത്. സ്ഥലമില്ലാത്തത് കൊണ്ടാകാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഒട്ടും യോജിക്കാൻ ഒക്കുന്ന ഒരു വിഷയമല്ല. കാരണം ഇവിടെയാണ് വിശുദ്ധ കുർബാന കൊടുക്കുന്നത്, ഇവിടെ നിർത്തിയാണ് വിവാഹ കൂദാശ നടത്തുന്നത്, ഇവിടെ നിർത്തിയാണ് മാമോദിസ മുക്കുന്നത്. ഈ അഴിക്കകം അങ്ങനെ ചുമ്മാ മീറ്റിംഗ് നടത്തേണ്ട ഒരു സ്ഥലമൊന്നുമല്ല. അപ്പം ഇതിങ്ങനെ ഈ സ്ഥലം കഴിഞ്ഞ് ഈ സ്ഥലവും കഴിഞ്ഞ് അതിനകത്തേക്ക് പോകും തോറും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കയറി പോകേണ്ട ഒന്നാണ്. ത്രോണോസ് എന്ന് പറയുന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്താ ത്രോണോസ്? എന്താ? സിംഹാസനമാണ്. ആരാ ഇരിക്കുന്നത്? അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ സാധാരണ നിലയിൽ ഒരു മെത്രാപ്പോലിത്ത എന്നുള്ളതിൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നാൽ ആദ്യം വന്ന് കൈമുത്താറുണ്ടല്ലേ? അപ്പോൾ ഈ ത്രോണോസിൻ്റെ മുമ്പിലേക്കൊന്ന് പോകുമ്പോൾ എത്രമാത്രം ഭക്തിയോടും ബഹുമാനത്തോടും വിശുദ്ധിയോടും കൂടെയാണ് പ്രിയമുള്ളവരെ പ്രവേശിക്കേണ്ടത്. വെറുതെ കാഷ്വലാകാൻ നോക്കൂ. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടുമായിട്ട് പറയുന്നത് ആ ദൈവഭയം ഉണ്ടാകണം. അത് പള്ളിക്കകത്ത് മാത്രമല്ല, പള്ളിക്ക് വെളിയിലും ആ ദൈവഭയം ഉണ്ടാകണം.